ഡൽഹി മദ്യ അഴിമതി കേസിൽ BRS നേതാവ് കെ കവിത CBIക്ക് മുന്നിൽ ഇന്ന് ഹാജരാകില്ല. മുൻ നിശ്ചയിച്ച പരിപാടികളുള്ളതുകൊണ്ട് എത്താൻ സാധിക്കില്ലെന്ന് കെ കവിത CBI അറിയിച്ചു. ഇന്ന് ഹാജരായില്ലെങ്കിൽ കവിതയ്ക്കെതിരെ കടുത്ത നടപടികളിലേക്ക് CBI കടക്കുമോ എന്ന് ചില സംശയവും ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നു. ഈ സമയത്ത് രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും. രാധാകൃഷ്ണൻ, യഥാർത്ഥത്തിൽ CBI അറസ്റ്റ് പോലുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടോ? SKN ഇപ്പോൾ പ്രവചനം നമുക്ക് അങ്ങനെ നടത്താൻ പറ്റില്ലെങ്കിലും സാധ്യത ഉണ്ട് എന്ന വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ EDയും CBIയും കവിതയ്ക്ക് പിന്നാലെ കൂടിയിട്ട് മാസങ്ങളായി ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ സമീപ മാസങ്ങളിൽ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ചില അല്പം സാവകാശം കവിതയ്ക്ക് ലഭിച്ചിരുന്നു. എന്നാൽ അത് നടക്കില്ല എന്ന വിധത്തിൽ നിലപാട് സ്വീകരിച്ച് CBI ഇന്ന് ഹാജരാകാനായിട്ട് അവർക്ക് സമൻസ് നൽകിയിരുന്നതാണ്. ഇപ്പോൾ കവിത പറയുന്നത് വരുന്ന ഏതാനും മാസങ്ങൾ താൻ തിരക്കിലാണ്, മറുപടി പറയാൻ അതുകൊണ്ട് തനിക്ക് ഇപ്പോൾ സാധിക്കില്ല, സംസ്ഥാനത്ത് നിൽക്കണം എന്നുള്ളതും അവിടുത്തെ പ്രവർത്തികളിൽ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ പങ്കെടുക്കണം എന്നുള്ളതും അനിവാര്യമാണ്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിലെ ചോദ്യം ചെയ്യൽ അടക്കമുള്ളത് ഇനി ഏതാനും മാസങ്ങൾ മാറ്റിവെക്കണം എന്നുള്ളതാണ് കവിതയുടെ ആവശ്യം. കവിതയ്ക്ക് അറിയാം CBI ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തിയാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളത്. CBI ആകട്ടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഈ മലയാളിയായിട്ടുള്ള വിജയ് നായർ അടക്കമുള്ളവരുടെ കവിതാ ബന്ധം അത് വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചു എന്ന നിലപാടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ CBI അടുത്ത നടപടിയായിട്ട് മുന്നോട്ട് പോകും, ശക്തമായിട്ടുള്ള നടപടിയായിരിക്കും CBI സ്വീകരിക്കുക എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കെജ്രിവാളിനും ഇന്ന് 7ാമത്തെ സമൻസ് ED മറ്റൊരു കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള ED നൽകിയിട്ടുണ്ട്. കെജ്രിവാൾ പക്ഷേ 16-ാം തീയതി നേരിട്ട് കോടതിയിൽ ഹാജരാകാം എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കെജ്രിവാളിനെതിരെ തൽക്കാലം ഒരു നടപടി ഉണ്ടാകില്ലെങ്കിലും കവിതയ്ക്കെതിരെ CBIയുടെ ഭാഗത്തു നിന്നുള്ള നടപടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ട്രാക്ടർ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിച്ചോട്ടെ. ഡൽഹിയിൽ ഇപ്പോൾ 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് അടക്കമുള്ള ദിവസങ്ങളിൽ വരുന്ന ദിവസങ്ങളിൽ വളരെ ശക്തമാക്കുന്ന വിധത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ദേശീയപാത ഉൾപ്പെടുന്ന മേഖലകളിലൊക്കെ 144 പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. വളരെ ശക്തമായിട്ട് തന്നെ ഈ സമരം നേരിടാനായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കർഷക സംഘടനകൾ അറിയിക്കുന്നത്. സമരം പ്രഖ്യാപിച്ചതിൽ നിന്ന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകില്ല, ട്രാക്ടർ സമരം ഇന്ന് നടത്തും എന്നാണ് അവർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ 144 പ്രഖ്യാപിച്ചത് അവർ കണക്കാക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നവർ പറയുകയും ചെയ്യുന്നു. താങ്ക് യു രാധാകൃഷ്ണൻ.